ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത മോൺട്രിയാലിലൊരു ദിവസം എന്ന് പറയുന്നത് ബയോഡോമിലാണ് കേട്ടോ. കുട്ടികളുള്ളവർ തീർച്ചയായിട്ടും പോയിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ബയോഡോം. വലിയവർക്കും പോകാം, എന്നാലും കുട്ടികൾക്കാണ് ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കുട്ടികളുള്ളവർ ഇത് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബയോഡോമിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു വലിയൊരു ഡോമാണിതേ. അപ്പോൾ ഈ ഒരു ഡോമിൻ്റെ ഇതിനകത്ത് ഒരു പല സെക്ഷനായിട്ട് അവർ തിരിച്ചിരിക്കുവാണ് കേട്ടോ. അതിലിത് ഫസ്റ്റ് ഞങ്ങൾ പോയത് സപ്പോളാർ എന്ന് ഇതാണ്. ഒരു ആർട്ടിക്കിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഈ കാണുന്ന വോളൊക്കെ ഉണ്ടല്ലോ, ഈ ഡോറ് കഴിഞ്ഞിട്ടുള്ള ഈ കാണുന്ന ഈ വോള് ഫുള്ള് ഐസാണ് കേട്ടോ. പല വെറൈറ്റിയിലുള്ള പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ കാനഡയിൽ ഇങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. വാൻകൂവറിൽ ഞാൻ ഇതുപോലെ ഒരു മ്യൂസിയത്തിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയും ഇതേപോലെ ഞാനിങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. അവർക്ക് വേണ്ടുന്ന ആ ഒരു നാച്ചുറൽ ഫ്ലോറ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആ ഒരു ജീവിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഇൻഡോറിൽ ഇങ്ങനെ ചെയ്യാന്ന് പറയണത് അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എന്തായാലും അവർ ഹാപ്പിയാണ് കേട്ടോ. അതിനകത്ത് കളിച്ചും കുളിച്ചും ഒക്കെ ആയിട്ട് സുഖമായിട്ട് പെൻഗ്വിൻസ് ഇങ്ങനെ നല്ല രസമായിട്ട് അവരിങ്ങനെ ജീവിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഇൻഡോർ ആണെന്നുള്ള കാര്യം അവർക്കും അറിയത്തില്ല. കാണുന്ന നമുക്കും ഇത് അത്ഭുതം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡോമിനകത്തുള്ള തന്നെ അടുത്തൊരു റീജിയൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അതായത് ട്രോപ്പിക്കൽ വെതറും പിന്നെ ട്രോപ്പിക്കൽ പ്ലാന്റ്സും ട്രോപ്പിക്കൽ റീജിയനിൽ വളരുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സെറ്റപ്പ്, ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് തന്നെയായിരുന്നു കേട്ടോ. സപ്പോളാർ റീജിയനിൽ നല്ല തണുപ്പായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടുന്ന ആ ഒരു ഹാബിറ്റാറ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടിട്ട് ഇവിടെ നല്ലൊരു ചൂടായിരുന്നു കേട്ടോ. ട്രോപ്പിക്കൽ റീജിയൻ നല്ല ചൂടായിരിക്കുമല്ലോ എപ്പോഴും. പാരറ്റ്സിലൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ടെങ്കിലും ഇവരുടെ ഒരു ഭംഗി ഒരു രക്ഷയില്ല. ഈ ഒരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെയല്ലേ. അങ്ങനെ കിളിനെയും തത്തേനെയൊക്കെ നോക്കി നോക്കി മുകളിലോട്ട് നോക്കി വന്നപ്പോൾ ദേ കിടക്കുന്നു താഴെ നമ്മുടെ ജോണിക്കുട്ടൻ. രാവിലെ ആർക്കും ഒരു ഉന്മേഷമില്ലല്ലോ. കേറി വാടാ ജോണി, കൊതിയാ വാപിടിച്ചിരിക്കുന്നോ? മക്കളെ, ഇന്നൊരു പ്രത്യേക ഭക്ഷണസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജോണിക്കുട്ടനെ നോക്കി നോക്കി വന്നപ്പോൾ ദേ ഇരിക്കുന്നു 2 കുരങ്ങു കുട്ടികൾ. എന്താ ഭംഗിയെന്നറിയാമോ നിങ്ങളെ കാണാനായിട്ട്? നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏത് ഇനത്തിൽപ്പെട്ടാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവരെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇഷ്ടംപോലെ മീനുകളായിരുന്നേ. പിരാന ഫിഷായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന ഒരു ചെറിയൊരു ഫീലൊക്കെ കൊടുത്തിട്ട് ഒരു സെറ്റപ്പായിരുന്നേ. ആ ഗ്ലാസിൻ്റെ ഒരു തിക്നെസ് കണ്ടോ, അത്രയും തിക്നെസ്സുള്ള ഗ്ലാസ്സാണ്. ഒരു കാരണവശാലും പൊട്ടിപ്പോകാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. നല്ല രസമായിരുന്നു. അതിനകത്ത് നിറയെ മീനുകളുണ്ടായിരുന്നു. ഇങ്ങനെ മീനുകളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇടയ്ക്ക് ഞങ്ങളെ കാണാനായിട്ട് വേറൊരാൾ. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ തെരണ്ടി, സ്റ്റിംഗ് റേ. അവൻ കാനഡയിലായത് അവൻ്റെ ഭാഗ്യം. നാട്ടിലെങ്ങാനോ ആയിരിക്കണമായിരുന്നു. ഇപ്പോൾ ചട്ടിയിൽ വറുത്തരച്ച് കറിയായാലേ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഇങ്ങനെ ഇതേപോലെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്തൊക്കെയോ കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ
തവളയുണ്ടല്ലോ, മറ്റേ പോയിസണസ് ആയിട്ടുള്ള തവള, ആ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോൾ ഓർക്കുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തവള. ഭയങ്കര പോയിസണാണെന്നാണ് പറയുന്നത്. ഇത് ദേഹത്ത് മുട്ടിയാലോ ഇതിൻ്റെ എന്തോ വിഷമോ ഒക്കെ നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു വരെ പോകുന്നതാണ്. ഇവിടെ ഞങ്ങളൊരു പ്രത്യേകതരം കുരങ്ങിനെ കണ്ടു കേട്ടോ. മീശയൊക്കെ നീണ്ടിട്ട് ഒരു പ്രത്യേകതരം രൂപവും ഭാവമൊക്കെ ആയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആശാൻ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം തരാനായിട്ട് ഒട്ടും കൂട്ടാക്കിയില്ല. ഇതാണ് കുട്ടികളെ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ക്യാപിബാറ എന്ന് പറയുന്ന മൃഗം. ആമക്കുട്ടനാണേ ഞാൻ രാവിലെ മുതൽ പ്രദർശനത്തിന് നിന്ന് ആകെ ടയേർഡാ. ഇനി ഒന്ന് പോയി കിടന്നുറങ്ങണം എന്നുള്ള മട്ടിലാണ് കൂട്ടിലേക്കുള്ള പോക്ക്. എന്തോ കാര്യമായ ആലോചനയിലാണ് ക്യാപിബാറ. പിന്നെ ഈ ക്യാപിബാറ എന്ന് പറയുന്ന ഈ ജീവിയുണ്ടല്ലോ, ഒരു എലിവർഗത്തിൽപ്പെട്ട ജീവിയാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുത്ത പെരിച്ചാഴി. ഈ ഒരു ഡോം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായൊരു രീതിയിലാണ് കേട്ടോ. താഴെയും മേളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ താഴെ കണ്ടതാണ് നമ്മളിപ്പോൾ ഈ കണ്ട മൃഗങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് ഈ ഒരു പക്ഷികളും ഈ കഴുകനും വേഴാമ്പലും ഒക്കെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ നമ്മൾ താഴത്തുനിന്ന് ഓരോ കാഴ്ചകളും മൃഗങ്ങളും ഒക്കെ കണ്ട് സ്റ്റെപ്പ് കയറി ഇതുപോലെ മേളിൽ കയറി ചെല്ലും. അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെ മുകളിൽ കുറേ കിളികളും പക്ഷികളൊക്കെ ഇരിക്കുന്നത് അവിടെയും കാണാം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ വന്നപ്പോഴത്തേക്കും മരത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേരിരിക്കുന്നത് കണ്ടു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നെന്നറിയാമോ അവരെ കാണാനായിട്ട്. എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു പക്ഷികളെയൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ ഓറഞ്ചും പിങ്കും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഡോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സീൻ ഇതാണ് കേട്ടോ. ഒരു വലിയൊരു പോണ്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പച്ച കളറിൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. ഈ പോണ്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാമോ, എങ്ങനെ ഇവർക്ക് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത്രയും ഭംഗിയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും നന്നായിട്ട് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു ഫിഷ് ടാങ്ക് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് സമ്മതിക്കണമല്ലേ. സ്റ്റർജൻ എന്ന് പറയുന്ന മീനായിരുന്നു കേട്ടോ ആ പോണ്ടും നിറയെ
എന്തായാലും ബയോഡോമിലെ ട്രോപ്പിക്കൽ റീജിയനും സപ്പോളാർ റീജിയനും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മീനുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫുൾ ഹാപ്പി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബയോഡോമിൽ തന്നെ ഇൻസെക്ടോറിയം പ്ലാനറ്റോറിയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞു ബയോഡോമിൻ്റെ തന്നെ പുറത്തുണ്ടായിരുന്ന ഫുഡ് ട്രക്കിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് അവരെ സെറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോസൊന്നും കാണാൻ മറക്കരുത് കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ.